ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസാണ്. തീയതി 22/12/2025. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം നോക്കാം. കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ ബംഗ്ലാദേശ് ഇവൻറ്റ്സ്, ഇന്ത്യ. റെയിൽവേ ടു ഹൈക്ക് ഫെയർ ഫ്രം December 26. കോൺഗ്രസ് സ്ലാംസ് ഡിസിഷൻ. നമുക്കിന്നൊരു കറണ്ട് പൊളിറ്റിക്കൽ ന്യൂസ് വായിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. താഴോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ന്യൂസുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ന്യൂലി ഇലക്റ്റഡ് കൗൺസിലേഴ്സ് ടേക്ക് ഓത്ത്. അതെന്താ ന്യൂലി ഇലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ നഗരസഭാംഗങ്ങൾ. ടേക്ക് ഓത്ത് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ അതൊരു ലൈവ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടേക്ക് ഓത്ത്, ടുക്ക് ഓത്ത് അങ്ങനെ കൊടുക്കണ്ടല്ലേ. ടേക്ക് ഓത്ത് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുന്നു. വാർത്തയുടെ സബ്ഹെഡിങ് വായിക്കാം. ഡിസ്ട്രിക്ട് കളക്ടർ അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് ടു കോൺഗ്രസ് കൗൺസിലർ മനക്കൽ ശശി, ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ കൗൺസിൽ. വേർഡ് മീനിങ് നോക്കാം. അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് എന്ന് പറഞ്ഞാൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ദ സീനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന, മെമ്പർ ഓഫ് ദ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നഗരസഭാംഗം. അപ്പോൾ മൊത്തത്തിലുള്ള മീനിങ്, നഗരസഭയിലെ മുതിർന്ന അംഗമായ കോൺഗ്രസിൻ്റെ നഗരസഭാംഗം മനക്കൽ ശശിക്ക് ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. നെക്സ്റ്റ് ലൈൻ. സിയറിംഗ് ഇൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് കോഴിക്കോട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഗ്രാമപഞ്ചായത്ത് ആൾസോ ഹെൽഡ്. വേർഡ് മീനിങ്. സിയറിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ, ആൾസോ കൂടാതെ, ഹെൽഡ് നടന്നു. മൊത്തത്തിലുള്ള മീനിങ്, കൂടാതെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞയും നടന്നു. ഇനി ഫോട്ടോയുടെ അടിക്കുറിപ്പ് വായിക്കാം. ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം. ന്യൂലി സോൺ ഇൻ കൗൺസിലേഴ്സ് ഓഫ് ദ കോഴിക്കോട് കോർപ്പറേഷൻ അറ്റ് ദെയർ ഫസ്റ്റ് കൗൺസിൽ മീറ്റിംഗ് ഓൺ സൺഡേ. വേർഡ് മീനിങ്. ന്യൂലി എന്ന് പറഞ്ഞാൽ പുതുതായി, സോണിൻ എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്ത. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് ഉണ്ടാവുക പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത കോഴിക്കോട് നഗരസഭയിലെ അംഗങ്ങൾ അവരുടെ ആദ്യത്തെ നഗരസഭാ മീറ്റിങ്ങിൽ എന്നാണ് ഫസ്റ്റ് ഫോട്ടോയുടെ അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫോട്ടോയുടെ അടിക്കുറിപ്പ് എന്താ നോക്കാം. ആൻഡ് റൈറ്റ് കോഴിക്കോട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പേഴ്സ് ആഫ്റ്റർ ദ സിയറിംഗ് ഇൻ സെറമണി. വേർഡ് മീനിങ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ദ സിയറിംഗ് ഇൻ സെറമണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അപ്പോൾ മൊത്തത്തിലുള്ള അർത്ഥം ഉണ്ടാവുക കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങൾ അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം. ഇനി വാർത്തയിലേക്ക് പോവാം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വിറ്റ്നസ്ഡ് ദ സിയറിംഗ് ഇൻ സെറമണി ഓഫ് ദ ന്യൂലി ഇലക്റ്റഡ് കൗൺസിലേഴ്സ് ഓഫ് ദ കോഴിക്കോട് കോർപ്പറേഷൻ ഓൺ സൺഡേ. അപ്പോൾ ഈ സെൻറ്റൻസിലെ വേർഡ് മീനിങ് നോക്കാം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ. വിറ്റ്നസ്ഡ് പറഞ്ഞാൽ സാക്ഷിയായി. സിയറിംഗ് ഇൻ സെറമണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ന്യൂലി എന്ന് പറഞ്ഞാൽ പുതുതായി, ഇലക്റ്റഡ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട, കൗൺസിലേഴ്സ് നേരത്തെ പറഞ്ഞിട്ട് നഗരസഭാംഗങ്ങൾ, കോഴിക്കോട് കോർപ്പറേഷൻ. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് നോക്കാം. ഞായറാഴ്ച നടന്ന പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷനിലെ നഗരസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നൂറുകണക്കിന് ആളുകൾ സാക്ഷിയായി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഡിസ്ട്രിക്ട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അഡ്മിനിസ്ട്രേഡ് ദ ഓത്ത് ടു കോൺഗ്രസ് കൗൺസിലർ മനക്കൽ ശശി, ദ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ കൗൺസിൽ. അപ്പോൾ അതിൽ വേർഡ് മീനിങ് നോക്കാം. അഡ്മിനിസ്ട്രേഡ് ദ ഓത്ത് എന്ന് പറഞ്ഞാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നെ ഇതിലുള്ള ഓൾഡസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന അംഗം.
അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഡിസ്ട്രിക്ട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അഡ്മിനിസ്ട്രേറ്റ് ദ ഓത്ത് ടു കോൺഗ്രസ് കൗൺസിലർ മനക്കൽ ശശി ദ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ കൗൺസിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള അർത്ഥം ഉണ്ടാവുക. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് നഗരസഭയിലെ മുതിർന്ന മെമ്പറായ കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർ മനക്കൽ ശശിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അടുത്ത സെൻറ്റൻസ്, മിസ്റ്റർ ശശി later administered the oath to the remaining 75 councillors. Word meaning later എന്ന് പറഞ്ഞാൽ പിന്നീട്, അഡ്മിനിസ്ട്രേഡ് ദ ഓത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റിമൈനിങ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള മീനിങ്, മിസ്റ്റർ ശശി ലേറ്റർ അഡ്മിനിസ്ട്രേഡ് ദ ഓത്ത് ടു ദ റിമൈനിങ് 75 കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 75 നഗരസഭാംഗങ്ങൾക്ക് ശ്രീമാൻ ശശിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് എന്നാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്ത അവസാനിപ്പിക്കാം. നാളെ പുതിയ വാർത്തയുമായി കാണാം. ടിൽ ദെൻ ബൈ.